ചിക്കാഗോ പ്രയർ ലൈനിൻ്റെ പ്രത്യേക മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ആ, ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് നമ്മുടെ ഈ പ്രയർ ലൈനിലെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന പാസ്റ്റർ മാത്യു വർഗീസിൻ്റെ ദേഹവിയോഗത്തിലുള്ള നമ്മുടെ അനുശോചനവും പ്രത്യാശയും ഒക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗാണ്. മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ കുടുംബം നമ്മോടൊപ്പം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അവർക്കും അതുപോലെ തന്നെ ആ, മറ്റുള്ള താല്പര്യമുള്ള പാസ്റ്ററുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള എല്ലാവർക്കും അല്പമായി 2-3-4 മിനിറ്റുകളൊക്കെ സംസാരിക്കുന്നതിനുള്ള സാവകാശമുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ സംസാരിക്കുന്ന ആളുകൾ ആരെങ്കിലും സംസാരിക്കുന്ന ആളുകൾ ദയവായിട്ട് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ ക്യാമറ ഓൺ ചെയ്യാതെ മറഞ്ഞിരുന്ന് സംസാരിക്കുന്നത് ഒരു ബഹുമാനമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ആദരിച്ച് സംസാരിക്കുന്നവർ ദയവായിട്ട് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ ഭാര്യ സിനി സംബന്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. ഒരു രണ്ട് വരി പാടിക്കോട്ടെ. സ്തോത്രം. ജെസ്സി ജോർജ്. കർത്തൃക്കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാ. ദൈവ അത്ഭുത മന്ത്രിയാണ്. വീരനാം ദൈവം നിത്യപിതാവും സമാധാനത്തിന്റെ ദൈവമാണ്. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സമാധാനമായിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മൾ പറയുന്നെങ്കിലും വേർപാട് അത് ഞാനിപ്പോൾ അച്ചായനും മരിച്ചിട്ട് ഈ ജൂലൈ ആയില്ല, ജൂലൈ 23, ഒരു വർഷം. ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രയാസം ഇന്നുവരെയും മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആ സഹോദരിയും കുടുംബത്തെയും മക്കളെയും സമാധാനത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം നമുക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അനീഷ് പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ. നമ്മുടെ കൂടെ ഇന്നത്തെ ഈ പ്രയറില് നമ്മുടെ പ്രിയ പാസ്റ്റർ സാങ്കുട്ടി, NT സാങ്കുട്ടി എന്ന് പറയുന്ന ദൈവദാസൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ പ്രിയ ദൈവദാസനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പ്രത്യേകിച്ച് നമ്മുടെ മാത്യു വർഗീസ് പാസ്റ്ററുടെ അടക്കവുമായി ബന്ധപ്പെട്ടു, മരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ, അതായത് പുത്തൻകുരിശിലെ സഭ, അതായത് നമ്മുടെ മാത്യു വർഗീസ് പാസ്റ്ററുടെ പെങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററാണ് പാസ്റ്റർ സാങ്കുട്ടി. ഞങ്ങളന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ പഴയ പാസ്റ്ററെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. അന്ന് ഞാൻ ഈ നമ്മുടെ പ്രയലനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ നമ്പർ മേടിക്കുകയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ കൂടെ ഈ ചിക്കാഗോ പ്രയലനിൽ കൂടെ ഈ തുടർന്ന് ആയിരിക്കണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, പാസ്റ്റർ സാങ്കുട്ടി. അദ്ദേഹവും ചില വാക്കുകൾ നമ്മോട് പറയും. പ്രത്യേകിച്ച് മാത്യു വർഗീസ് പാസ്റ്ററുടെ ശവസംസ്കാര ശുശ്രൂഷയും സംബന്ധിച്ച് അതിനുവേണ്ട എല്ലാ നേതൃത്വവും കാര്യങ്ങളെല്ലാം ചെയ്ത് ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യനായിട്ട് സ്തോത്രം. അദ്ദേഹം ഇതിനിടയിൽ നിന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുകയും ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് പാസ്റ്റർ സാംകുട്ടി സംസാരിക്കും. സാംകുട്ടി സംസാരിച്ചതിന് ശേഷം റെജി കോശി ബ്രദർ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ പാസ്റ്റർ സാംകുട്ടി സംസാരിക്കുന്നതാണ്. ദയവായിട്ട് എല്ലാവരും 5 മിനിറ്റ് എടുക്കുക. പാസ്റ്റർ സാംകുട്ടി അൺമ്യൂട്ട് ചെയ്താട്ടെ. സാങ്കുട്ടി പാസ്റ്ററാണ്. NT സാങ്കുട്ടി പാസ്റ്ററാണ്. പാസ്റ്റർ എന്ന് പരിചയപ്പെടുത്തുകയും എന്ന് ചെയ്യാം കാരണം പറയും. കേൾക്കാം, സംസാരിച്ചോളൂ. പക്ഷെ അൺമ്യൂട്ട് ചെയ്യ പാസ്റ്റർ, അൺമ്യൂട്ട് ചെയ്താട്ടെ. സാങ്കുട്ടി പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്താട്ടെ. ഹലോ,
കേൾക്കാം, പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം. രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏവർക്കും ആയിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. ധാരാളം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ പ്രയർ ലൈനിലേക്ക്, ചിക്കാഗോ പ്രയർ ലൈനിലേക്ക് ജോയിൻ ചെയ്യുവാൻ എളിയവനും ദൈവം ഒരു അവസരം തന്നു. ഇതിന്റെ നടത്തിപ്പുകാരെയും ഇതിൽ മെമ്പേഴ്സ് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജൻ പാസ്റ്ററെ പരിചയപ്പെടുവാനും ഈ പ്രയർ ലൈനിനെ കുറിച്ച് കൂടുതലായി അറിയുവാനിടയായത്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഈ പ്രയർ അനുഗ്രഹമായി നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. തുടർന്നും ഞാൻ കഴിഞ്ഞ ദിവസം മാത്യു വർഗീസ് പാസ്റ്ററെ, പെങ്ങള് ഞങ്ങളുടെ സഭയിലെ, ഞാൻ ചർച്ചക്കോട്ടിലെ പാസ്റ്ററാണ്, അദ്ദേഹത്തിന് ഡെഡ് ബോഡി മറവ് ചെയ്യുവാന് സെമിത്തേരിയോ അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തുവാനോ ആരുമില്ലാതെ ബോഡി വീട്ടിൽ വെച്ച് വല്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നപ്പോഴാണ് എന്നെ വിളിക്കുകയും അതിന്റെ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ നാമത്തിൽ ചെയ്തു കൊടുക്കുവാൻ ഇടയായത്. ദൈവം അങ്ങനെ ഒരു സന്തോഷ കാര്യങ്ങള് നടത്തി. നമുക്ക് ഏവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് ഒരുക്കുന്ന നിത്യത വലുതാണ്. അതിന് പ്രശ്നങ്ങൾ ജീവിത മേഖലയിൽ ഉണ്ടാകുമെങ്കിലും കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ കൈവിടില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവിൽ പ്രത്യാശയോടും ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി നിലനിന്നതായ സ്തെഫാനോസിനെ നമുക്ക് കാണുവാനായി കഴിയും. തന്റെ ജീവിതത്തിൽ ഒരുപാട് കൊടിയ പീഡകൾ അനുഭവിച്ചു. എങ്കിലും താൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നതിനാൽ തന്റെ ആത്മാവിനെ ദൈവം കൈക്കൊള്ളുവാനിടയായി. പറ്റിയുള്ള പുരുഷന്മാരാണ് അദ്ദേഹത്തെ സഭാ ശുശ്രൂഷകള്, അദ്ദേഹത്തിന്റെ അടക്കമൊക്കെ പറ്റിയുള്ള പുരുഷന്മാർ നടത്തിയെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. കൊടിയ പീഡയിൽ കൂടെ പോയ അങ്ങനെ ഒരു പീഡ ആ മനുഷ്യന് നേരിട്ടില്ലെങ്കിലും കഷ്ടതയിലും ഭാരങ്ങളിൽ കൂടെയൊക്കെയാണ് മുൻപോട്ട് പോയതെന്ന് അറിയുവാനിടയായി. ഇന്ന് അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു അനുശോചന മീറ്റിംഗ് പോലെയാണല്ലോ നടത്തുന്നത്. തുടർന്നും ആ സഹോദരിയും കുഞ്ഞുങ്ങളും ആത്മാർത്ഥതയോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്ന് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ മാനിച്ചും സേവിച്ചും, ആ കുഞ്ഞുങ്ങളിൽ ഒരു മൂത്ത പയ്യൻ അന്ന് അവനെ പിതാവിനെ കുറിച്ച് 2 വാക്ക് സാക്ഷ്യം പറഞ്ഞിരുന്നു. അവന് അപ്പനെ കുറിച്ച് നല്ല കാര്യമാണ് പറയുവാനിടയായത്. അപ്പോൾ അവന്റെ പിതാവ് മുൻപിൽ വെച്ച് പോയ ഒരു മാതൃക അവർക്ക് കാണുവാനായി കഴിഞ്ഞു. കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്തതുപോലെ ഒരു ആത്മീക നിലവാരത്തിലേക്ക് ആ കുടുംബം എത്തിച്ചേരുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനുള്ളത്. ഞാൻ തുടർന്ന് കൂടുതലായി സമയമെടുക്കും. ആ കരുണ നമ്മുടെ മേൽ ഉണ്ടാകേണ്ടതിനു വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. സമയം തന്ന ദൈവദാസന്മാർക്ക് പറയുന്നു. ഞാൻ 1-2 അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പിന്മാറുകയാണ്. നാളെ തൊട്ട് കൃത്യമായി ഇതിനകത്ത് രാവിലെ മുതൽ ഞാൻ സജീവമായിരിക്കും. ദൈവം തരുന്ന സമയം അനുസരിച്ച് കർത്താവ് നമ്മെ അവരെ സഹായിക്കട്ടെ. സമയം ഒരുക്കി തന്ന ദൈവം ഭൃത്യന്മാർക്ക് വളരെ കർത്താവിന്റെ നാമത്തോടുള്ള നന്ദിയും കടപ്പാട് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രാജൻ പാസ്റ്ററെ, എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൃത്യമായിട്ട് പാസ്റ്റർ NT സാങ്കുട്ടിയോടുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ആ സാഹചര്യത്തിൽ
വളരെയധികം ആ കുടുംബത്തിന് ഒരു സഹായമായി തീർന്നു എന്നാണല്ലോ നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ ദാസനെ കർത്താവ് തക്ക സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി ഒരുക്കി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ഈ പ്രയർ ലൈനിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്നുള്ള ആ ചർച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് റെജി കോഷി ബ്രദർ ചുരുക്കമായിട്ട് സംസാരിക്കുന്നതാണ്. താങ്ക് യു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ക്രിസ്തീയ പ്രത്യാശ ആ പ്രിയ കുടുംബത്തെ വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന പാസ്റ്റർ മാത്യു വർഗീസിൻ്റെ ഫാമിലിയെ അറിയിക്കാൻ വേണ്ടിയാണല്ലോ. നമ്മുടെ വാക്കുകൾക്ക് പരിമിതി ഉള്ളപ്പോൾ ദൈവവചനത്തിന് പരിമിതിയില്ല. ദൈവവചനത്തിലുള്ള ആ സമാധാനം ഹല്ലേലൂയ പ്രിയപ്പെട്ടവരിലേക്ക് പകരപ്പെടണം. അതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ട്യൂസ്ഡേ നമുക്ക് ഇതുപോലെ സമയത്ത് പ്രിയ പാസ്റ്റർ മാത്യു വർഗീസ് പ്രയർ ലൈനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേഴ്സ്ഡേ ലേറ്റ് നൈറ്റ് പ്രെയർ വരെയും അറ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളം പ്രയർ ലൈനിൽ ഈ ഷിക്കാഗോ പ്രയർ ലൈനിലും അപ്പോൾ തന്നെ ഗ്ലോബൽ പ്രയർ വാരിയേഴ്സിലും പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവിക കൂട്ടായ്മ ആചരിപ്പാനൊക്കെ ദൈവത്തെയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം കർത്താവായ അപ്പോസ്തലന്മാരുടെ പല കാര്യങ്ങൾ ഹല്ലേലൂയ എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാം നമ്മൾ വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. എന്നാൽ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 4 ഹല്ലേലൂയ ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിച്ച് ഹല്ലേലൂയ ഇത് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം അവിടെ എഴുതിയിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. യേശു ഹല്ലേലൂയ മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന് ജീവിച്ചെഴുന്നേറ്റു. അതിലാണല്ലോ നമ്മുടെ എല്ലാ പവറും അടങ്ങിയിരിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ച് കല്ലറയ്ക്കുള്ളിലായിരുന്നുവെങ്കിൽ നമുക്ക് ക്രിസ്തീയ പ്രസ്ഥാനം തന്നെ ഇല്ല. എന്നാൽ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. ഇതിന് പ്രധാനമായി 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്നേരം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ പ്രത്യാശ ഹല്ലേലൂയ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വാക്യങ്ങളല്ല. എന്നാൽ ഈ സമയത്ത് ദൈവിക പ്രത്യാശ, ദൈവിക സമാധാനം, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സമാധാനം പ്രിയ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഈ പ്രിയ കുഞ്ഞുങ്ങൾ കൂടെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് സാക്ഷാത്കരിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ താൻ ചെയ്ത വേല എന്ന് പറഞ്ഞ ദൈവവേലയാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ഹല്ലേലൂയ തക്ക സമയത്ത് കാര്യങ്ങളെ എല്ലാം ഹല്ലേലൂയ ചെയ്യും. നമുക്കറിയത്തില്ല എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നുള്ളത്. എന്നാൽ ഒരു സമയത്ത് നമുക്കിതൊക്കെയും മനസ്സിലാകും. ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഹല്ലേലൂയ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാൽ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നു. ദൈവിക ശാന്തി, ദൈവിക സമാധാനം ഈ സമയത്ത് പ്രിയ കുടുംബത്തിന്റെ മേലെ ഹല്ലേലൂയ ദൈവം ആവസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രധാനം റജിയെക്കുറിച്ച് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന ലൈനിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സജീവമായിരിക്കുന്നു. അതുപോലെ തന്നെ മാത്യു വർഗീസ് പാസ്റ്ററുമായിട്ടും അടുത്ത നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്നു. കർത്താവ് ധാരാളമായിട്ട് തൻ്റെ ദാസനെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ വൈഫ് സിനിയും എബിനും ഒക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ എ കെ രാജൻ പാസ്റ്റർ ചുരുക്കമായിട്ട് സംസാരിക്കുന്നതാണ്. എ കെ രാജൻ പാസ്റ്റർ സംസാരിച്ചതിന് ശേഷം മാത്യു വർഗീസ് പാസ്റ്ററിന്റെ കുടുംബം സംസാരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ
വിലപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ ചിക്കാഗോ പ്രയർ ലൈനിലെ ഒരു സജീവ അംഗമായിരുന്ന നമ്മുടെ പ്രിയ ദേവദാസൻ പാസ്റ്റർ മാത്യു അവറുകൾ, ഞാൻ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ ചിക്കാഗോ പ്രയറിലൂടെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ചില സന്ദേശങ്ങളിൽ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും ഈ മരണം അറിഞ്ഞ സമയത്ത് എന്നെ സുനിൽ പാസ്റ്ററെ വിളിക്കുകയും നമ്മുടെ കൂടെയുള്ള പ്രിയ ജോസി ചാൻ, അപ്പൊ അന്ന് ഞങ്ങൾക്ക് തലേന്ന് ഞങ്ങൾക്ക് ഒരു ഓൾ നൈറ്റ് പ്രയർ രാവിലെ 5 മണി മുതലുള്ള സമയം പ്രയറിലായിരുന്നു. അപ്പൊ ഒന്ന് വിശ്രമിക്കാം എന്ന നിലയിലായിരുന്നു അന്ന് കിടന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വിളിച്ചു പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് പോവുകയും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കർത്താവിന്റെ പേരിലായിരുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ് എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹം വടക്കാഞ്ചേരി ആ മേഖലയിലായിരുന്നല്ലോ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. തൻ്റെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയും അവിടെ വന്നപ്പോൾ അവിടെയുള്ള ജനാവലി, ഞാൻ മനസ്സിലാക്കുന്ന ഒട്ടനവധി ദൈവദാസന്മാർ, ഒട്ടനവധി പേര് ആ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. സെമിട്രിയിലും അതുപോലെ തന്നെ നല്ലൊരു ജനാവലി ഉണ്ടായിരുന്നു. അല്പം ഒരാശങ്ക ഉണ്ടായിരുന്നു എങ്കിലും, പ്രത്യേകിച്ച് എവിടെ അടക്കും എന്നുള്ള നിലയിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു എങ്കിലും, ദൈവത്തെ സ്നേഹിക്കും, കർത്താവിന്റെ വേളയിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു അനുഗ്രഹീത ദൈവദാസനായതുകൊണ്ടും ദൈവത്തെ സ്നേഹിക്കുന്നതായതുകൊണ്ടും ദൈവം തൻ്റെ അവസാന സമയത്തും തന്നെ ദൈവം കൈവിട്ടില്ല എന്നുള്ളതാണ്. വളരെ മാന്യമായ നിലയിൽ സ്തെഫാനോസിന്റെ അടക്കത്തെ കുറിച്ച് പറയുന്നത് ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കി എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങള് സംസാരിച്ചുള്ള സമയത്താണ് ഞാനും നമ്മുടെ ജോസി ബ്രദറും എൻ്റെ ചർച്ചിലുള്ള ഒരു ബ്രദറും, ഞാൻ അങ്ങനെ ഫാമിലി, നമ്മുടെ ദേവദാസി പ്രിയ ജോയ്സി കുടുംബം, നമ്മുടെ പ്രിയ രക്തമ്മ ആൻറ്റി അങ്ങനെ നേരിൽ കാണാനൊക്കെ കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സാങ്കുട്ടി പാസ്റ്ററെ പരിചയപ്പെടാനിടയായത്. അദ്ദേഹവും അന്നേരത്തെ സാഹചര്യത്തെ കുറിച്ചൊക്കെ പറയാനിടയായി. അല്പസമയം നമ്മുടെ ചിക്കാഗോ പ്രയർ ലൈനിന് വേണ്ടിയുള്ള അനുശോചനവും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് അന്ന് മുതലാണ് പ്രിയ സാങ്കുട്ടി പാസ്റ്ററിന്റെ നമ്പർ മേടിക്കുക, അദ്ദേഹം ഈ പ്രയർ ലൈനുമായി സംബന്ധിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാനിടയായത് പറഞ്ഞത്. പ്രത്യേകിച്ച് പ്രിയ സഹോദരിയെ, പ്രിയ കുഞ്ഞുങ്ങളെ ദൈവോടൊന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ പ്രിയ ജോസ്റ്റാൻ പ്രവർത്തിക്കുന്ന കാക്കത്തുരുത്ത്, അദ്ദേഹം ചില മാസങ്ങൾക്ക് മുമ്പ് അവിടെ വരികയും ഏകദേശം 50-ലധികം ബൈബിൾ താൻ അവിടെ വിതരണം ചെയ്യാനൊക്കെ ഇടയായി. ഞാൻ മനസ്സിലാക്കുന്നത് പല സുവിശേഷ ടീമിൽ കൂടെ അദ്ദേഹം പ്രവർത്തിപ്പാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർത്താവിന് കൊടുത്ത കൃപയ്ക്കനുസരിച്ച് വളരെ ശക്തമായി ശുശ്രൂഷിപ്പാൻ ദൈവം തനിക്ക് ഭാഗ്യം നൽകി. ലോകം വീക്ഷിക്കുമ്പോ ഭൗതികമായ നിലയിലുള്ള ഒരു പ്രത്യേക നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയത്തില്ലായിരിക്കും. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരു സ്വന്തമായ ഒരു ഭവനമോ ഭൂമിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം വാടക ഭവനത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ചർച്ചിന്റെ ഒരു വലിയ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിനോമിനേഷനുമായിട്ടൊരു ഇല്ലായിരുന്നാണ് എൻ്റെ അറിവ്. എങ്കിലും ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ആ കഴിവനുസരിച്ച്, ആ കൃപയനുസരിച്ച് പ്രിയ വൈഫ്, പ്രിയ കുഞ്ഞുങ്ങൾ 2 പേര് വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ പ്രിയ അനീഷ് പാസ്റ്റർ വന്നപ്പോൾ അവരുടെ കൂടെ താമസിച്ചിരുന്നെന്നും ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തതിൽ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അന്ന് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അനീഷ് പാസ്റ്ററുമായിട്ട് സംസാരിപ്പാനിടയായി. കർത്താവിന് വേണ്ടി നിൽക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് തോന്നാം പെട്ടെന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് തോന്നാം. അധികം പ്രായത്തിൻ്റെതായ അങ്ങനെ കൂടുതലൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ സമയം പ്രിയ മാത്യു വർഗീസ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ അവസാനിച്ചു. ഇനിയും നിന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് തീരുകയാണ്
നീ എൻ്റെ അടുക്കലേക്ക് വരിക എന്ന നിലയിൽ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് തന്നെ വിളിക്കുക. വേദനയുണ്ട്. ഈ ലോകത്തിലെ വേർപാട് ഒരു വലിയ വേദനയാണ്. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടു, ഒരു പിതാവ് നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു. ദൈവദാസന്മാരിലും ചില ദൈവമക്കൾക്കും ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ നഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാം നഷ്ടത്തിൻ്റെതായ ഒരു കണക്കാണ് പറയാനുള്ളത്. ആ നഷ്ടം നമുക്ക് വലിയ വേദന ഉളവാക്കുന്നതാണ്. ഈ ഭൂമിയിലെ ബന്ധങ്ങൾ ഒക്കെ വലിയ വേദന നമുക്കുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ വചനം വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നും ആത്മാവ് പറയുന്നു. സ്തോത്രം. തങ്ങളുടെ പ്രയത്നങ്ങൾ, ഈ ഭൂമിയിലുള്ള പ്രയത്നങ്ങൾ തീർന്നു, ഇനിയും കയറി വരിക എന്ന നിലയിൽ ദൈവം തന്നെ വെളിപ്പാനിടയായി. സ്തോത്രം. ഒന്നും കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുകയാണ്. ഒരു പൂന്തോട്ടത്തിൽ ഏറ്റവും മനോഹരമായ പുഷ്പമുണ്ട്. ഒത്തിരി പുഷ്പങ്ങളുണ്ട്, പല നിറത്തിലും പല വർണ്ണത്തിലും പല രുചിയിലും പല സ്വഭാവത്തിലുമുള്ള ഒത്തിരി പുഷ്പങ്ങൾ വിടർന്ന് പുത്തുലഞ്ഞ് നിൽക്കുന്ന പൂന്തോട്ടത്തിലേക്ക് യജമാനൻ വരുമ്പോൾ ആ യജമാനന് ഇഷ്ടമുള്ളതും ആ യജമാനന് ഏറ്റവും നുകരാൻ കഴിയുന്നതുമായ ആ പുഷ്പത്തെ പറിച്ചെടുക്കുകയാണ്. കാരണം ആ യജമാനന് ഏറ്റവും ഇഷ്ടമായി എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പ്രിയ ദൈവദാസനെ നമ്മുടെ യജമാനനായ കർത്താവ് തന്നെ വിളിച്ചു, നീ കയറി വരിക, നീ ഇവിടെ അലഞ്ഞത്, നീ ഇവിടെ ശുശ്രൂഷിച്ചത്, നിൽക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുക. വേദനയുണ്ട് നമ്മുടെ ആ പ്രിയ സഹോദരിയെ ദൈവം ഇവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ. പ്രിയ മക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾ അറിഞ്ഞ ഈ സത്യത്തെ വാത്സല്യ പിതാവ് നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്ന ഈ പാത, ഈ മാതൃക പിന്തുടരുക, ആ പ്രവൃത്തിയെ നിങ്ങൾ പിന്തുടരുക. നിശ്ചയമായും ദൈവം നിങ്ങളെ, നിങ്ങളുടെ പിതാവിന്റെ ആ പിതാവിൽ കൂടെ ദൈവം നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവിനെ അറിഞ്ഞ ആരും എന്ത് ചെയ്തിട്ടില്ല, നാശത്തിലേക്ക് പോയിട്ടില്ല. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞങ്ങൾക്കൊക്കെ വാക്കുകൾ കൊണ്ട് പറയുവാൻ പരിമിതിയുണ്ട്. ആശ്വസിപ്പിക്കുവാനും മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാവർക്കും ഈ പ്രയർ ലൈനും ഒരു പരിമിതിയുണ്ട്. ഒറ്റക്കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയും കൂട്ടായ്മയും എന്നും നിങ്ങൾക്കുണ്ടാകും എന്ന് ഓർപ്പിച്ചുകൊണ്ടും അവസരങ്ങൾ നൽകിയ ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. പാസ്റ്റർ, ഈ പ്രയർ ലൈനിന്റെ ആരംഭം മുതൽ തന്നെ ഇതിലെ ശക്തമായ ഒരു സാന്നിധ്യമാണ്. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. അന്ന് ആ ദിവസം പെട്ടെന്നുണ്ടായ പെട്ടെന്നായിരുന്നു ആ മരണം. എന്തെങ്കിലും അവിടെ പോവുകയും ആ കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുക്കുകയും അതിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് കർത്താവിൻ്റെ ദാസന് സാധിച്ചല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ കുടുംബം, സിസ്റ്റർ സിനിയും മകനും ഒക്കെ സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. അതിനുശേഷം ജോസി വി പി, ബ്രദർ ജോസി വി പി ചുരുക്കമായിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ കുടുംബത്തിന് സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്നിങ്ങനൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കാനായിട്ട് കഴിഞ്ഞതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അനീഷ് വാസന് മോനെ ഒന്ന് കൂട്ടി വെക്കാവോ? കുറച്ചുകൂടെ അടുത്തിരുന്ന് സംസാരിക്കുകയോ ചെയ്യുക. ചെറിയ ശബ്ദത്തിലേ കേൾക്കുന്നുള്ളൂ. മീറ്റിങ്ങിൽ ഇന്നിപ്പോ സംബന്ധിക്കാൻ കഴിഞ്ഞതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രയർ ലൈനിലുള്ള എല്ലാ വിശ്വാസികൾക്കും, പ്രത്യേകിച്ച് അനീഷ് പാസ്റ്റർ,
നന്ദി പറയുന്നു. ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ നന്ദി പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പപ്പ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതാണ്. അത് എല്ലാ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും അത് മുടങ്ങാതെ വന്നു പപ്പ ഈ മീറ്റിങ്ങിൽ എല്ലാ ദിവസങ്ങളും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതല്ലാണ്ട് വിദേശത്താണെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ദൈവവേല ചെയ്യുന്നതാണ്. സുവിശേഷം അറിയിക്കുകയും ട്രാക്ട് കൊടുക്കുകയും എല്ലാം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നു. കഴിഞ്ഞ ദിവസം പപ്പ പറയണ്ടായി ഏകദേശം എല്ലാ വീടുകളിലും അറിയിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞുണ്ടായി. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ നടക്കുകയുണ്ടായി. എല്ലാ വീടുകളിലും അറിയിച്ചു, സുവിശേഷം അറിയിച്ചു, ട്രാക്ട് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ പപ്പ പറയുണ്ടായി. പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. അവിടെ ശനിയാഴ്ച ഷിക്കാഗോ എയർലൈനിന്റെ പേരിൽ കടന്നു വന്ന എല്ലാവർക്കും സംസാരിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും പ്രത്യേകിച്ച് അനീഷ് പാസ്റ്ററിനും നന്ദി പറയുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പപ്പ 22ാമത്തെ വയസ്സിൽ ദൈവവേലയിലേക്ക് ഇറങ്ങിയതാണ്. ഇത്ര വർഷം കാലം അനേക ദേശങ്ങൾ വഴി ഞങ്ങൾ സുവിശേഷം അറിയിക്കുകയും പല സഭകളിലിരിക്കുകയും ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പപ്പയ്ക്ക് സുവിശേഷ വേല ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ സുവിശേഷം അറിയിക്കുക, ട്രാക്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുറെ ആളുകളെ പ്രത്യേകിച്ച് വേറെ മതത്തിൽ നിൽക്കുള്ള അനേക ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ സുവിശേഷം അറിയിക്കാനൊക്കെ പപ്പയ്ക്ക് സാധിച്ചു. ദൈവകൃപ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിൽ പപ്പയ്ക്ക് അതായിരുന്നു ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് പപ്പയെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് എനിക്കാണെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം നൽകി. അനിയന്റെ ബ്രദർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരാണെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം നൽകാനായിട്ട് പപ്പയ്ക്ക് കഴിഞ്ഞു. അപ്പൊ അതിനൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ദൈവവേല നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയാം. അന്ന് ശനിയാഴ്ച എല്ലാവരും കടന്നു വന്ന എയർലൈനിന്റെ പേരിൽ കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അനീഷ് വാസുവിനും പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും നിൽക്കുവാൻ നന്ദി പറയാം. ശരി ഭാഷ. സിസ്റ്ററിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞങ്ങള് വർഷങ്ങളായി, മേ ബി 24 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 22 വർഷമായി ഞങ്ങള് ഒന്നിച്ച് സുവിശേഷ വേല ചെയ്യുന്നു. കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും ഭാരങ്ങളും ഇല്ലായ്മയും എല്ലാത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു നിമിഷം പോലും ദൈവത്തെ മറന്ന് ഞങ്ങൾ ദൈവത്തിന് ഹിതമല്ലാത്ത ഞങ്ങൾക്ക് ഇങ്ങനെ ഭാവിച്ചല്ലോ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഭാവിച്ചല്ലോ എന്ന് ഒരു നിമിഷം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യൻ എന്ന രീതിയിലും ഒരു സ്ത്രീ എന്ന രീതിയിലും ഒരമ്മ എന്ന രീതിയിലും ഭാര്യ എന്ന രീതിയിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ല. അത്രയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ദൈവവേലയ്ക്ക് ഒരു മുടക്കവും ഒരു ദിവസം പോലും വരുത്തിയിട്ടില്ല. പലരും ഞങ്ങളെ അധിക്ഷേപിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചിട്ട് ഇവിടെ ഞങ്ങൾ വടക്കഞ്ചേരി വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ചേട്ടാ 22ാമത്തെ വയസ്സിൽ ഒരു ആരുമില്ല ക്രിസ്ത്യ കുടുംബത്തിന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് 22ാമത്തെ വയസ്സ് മുതൽ എറണാകുളം എന്നോട് എപ്പോഴും പറയായിരുന്നു, ബ്രോഡ്വേയില് 22ാമത്തെ വയസ്സിൽ ട്രാക്ട് കൊടുത്തു തുടങ്ങിയതാണ്. ഒരു സഭാ ശുശ്രൂഷയേക്കാൾ ഉപരി എവിടെ ചെന്നാലും പല സഭകളിൽ വിളിക്കുമ്പോഴെല്ലാം സുവിശേഷ വേലയ്ക്ക് പോകുന്നതുകൊണ്ട് ആർക്കും കൂടുതൽ ഇഷ്ടപ്പെടില്ല. പാവങ്ങളുടെ ഇടയിലും ഒത്തിരി ഇവിടെ കയറി എറണാകുളം കേരളത്തിൽ തന്നെ പോവാത്തൊരു എല്ലാ ജില്ലകളും വേണമെങ്കിൽ പോയി പറയാം. സുവിശേഷ വേല എവിടെ ചെയ്യാമോ അവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോയിട്ടില്ല എങ്കിലും ചേട്ടയാണേലും മോനെങ്കിലാണേലും വർഷങ്ങള് അവരുടെ കുഞ്ഞു പ്രായം മുതലും ഒരു സുവിശേഷ വേല എന്താണ്, അപ്പൻ എന്ത് വേല ചെയ്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
കഴിഞ്ഞ ഇവിടെ വന്നിട്ട് ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു. ആ 1.5 വർഷത്തിലും ഒരു സുവിശേഷം എന്തെന്നോ അല്ല യേശു ആരെന്നോ ദൈവം ആരെന്നോ അറിയാത്തൊരു ദേശത്താണ് ഞങ്ങളിപ്പോ വസിക്കുന്നത്. ഒരു പെന്തക്കോസ്തകളോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടേതായ ഒരു സഭകളോ ചർച്ചുകളോ ഒന്നുമില്ലാത്ത ഒരു ദേശമാണ്. 10-25 കിലോമീറ്ററിനുള്ളിൽ ഒരു ദൈവമക്കൾ പോലുമില്ല. അങ്ങനെ ഒരു ദേശത്താണ് ദൈവം ഞങ്ങളെ ആക്കിയെടുത്തത്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും ബുധനാഴ്ച വരെയും ഒരു ദിവസം പോലും ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ വീട് വിസിറ്റിംഗ് ആയിരുന്നു. ബുധനാഴ്ച എന്നോട് പറഞ്ഞു, മാനേ നമ്മള് ഈ 10-15 കിലോമീറ്ററിനുള്ളിൽ എല്ലാ വീടുകളിലും 2-3 പ്രാവശ്യം കയറി. ഇനി നമുക്ക് കയറാൻ ഇവിടെ ഇന്ന് സ്ഥലമില്ലോ, ഇനി മറ്റൊരു ഏരിയയിലേക്ക് നമുക്ക് പോകണം. ചൊവ്വാഴ്ച നമുക്ക് അതിനുള്ള പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച പോകാന്ന് പറഞ്ഞപ്പോ നല്ല മഴ. ഞാൻ പറഞ്ഞു നമുക്ക് പോവണ്ട, ഇന്ന് ചെടി പോകണ്ട, ഇവിടെ ഇരിക്കുക, നമുക്ക് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. ഉച്ചവരെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 മണി 2 മണി വരെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സുവിശേഷ വേല ഒന്നും നേടിയില്ല. പക്ഷെ അനേകർ എത്ര പറഞ്ഞാലും മതിയാവും. ഞങ്ങൾ ഒരു കുഞ്ഞു പ്രായം മുതൽ തന്നെ അനേക സ്ഥലങ്ങളുടെ പാവപ്പെട്ടവരുടെ എല്ലാം പോയി സുവിശേഷം പറയുവാനും അനേക ജാതികളെ ദൈവം കർത്താവാനും ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവിടത്തെ അനേകർ അനുശ്വാസങ്ങളൊക്കെ അവിടെ ഒരു മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗങ്ങളും പ്രയാസക്കാരുടെ ഒക്കെ പ്രാർത്ഥിക്കാനും അവർക്കൊക്കെ വിടുതൽ നേടാനൊക്കെ ദൈവം സഹായിച്ചു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനും മക്കളും ഇവിടെ തനിച്ചാണ്. ഞങ്ങൾക്ക് ധൈര്യം തരണം. തളർന്നു പോകാതെ ക്ഷീണിച്ചു പോലെ അപ്പൻ ചെയ്തു വെച്ചിട്ട് പോയ വേല ഞങ്ങൾക്കും ചെയ്യണം. ഒരു ഭർത്താവായിട്ട് മാത്രമല്ല, അപ്പനായ അമ്മയായി എന്റെ കൂടെ ഞങ്ങളുടെ 3 പേരും കൂടെ അപ്പനും അമ്മയായിട്ടാണ് നിന്നിട്ടുള്ളത്. വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ സഹോദരിയും കുടുംബവും. നമുക്ക് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വേണ്ടി ശക്തമായി വീണ്ടും പ്രാർത്ഥിക്കണം. എലിശ പ്രവാചകന്റെ അടുത്ത് ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ചെന്ന് പറഞ്ഞു, പ്രവാചക, നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവനൊരു ഭക്തനായിരുന്നു, നല്ല ഒരു സാക്ഷ്യം പറഞ്ഞതുപോലെയാണല്ലോ സിനി സിസ്റ്റർ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ ആ സാക്ഷ്യം. വലിയ സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും സുവിശേഷം മറ്റുള്ളവരോട് പറയണം, അല്ലെങ്കിൽ ആ സുവിശേഷം അറിയിക്കണം. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ട്രാക്ട് കൊടുത്താണെങ്കിലും ഭവന സന്ദർശനം നടത്തുകയാണെങ്കിലും ആ സുവിശേഷം അറിയിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള ആ താല്പര്യത്തോടു കൂടിയാണല്ലോ കർത്താവിൻ്റെ ദാസൻ പ്രവർത്തിച്ചത്. ആ ഇപ്പോൾ താമസിക്കുന്ന വടക്കഞ്ചേരി ആ സ്ഥലത്ത് ഉള്ള ആ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിലുള്ള എല്ലാ ഭവനങ്ങളും സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് പറഞ്ഞ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ചു. ഇനിയും ഇവിടെ സന്ദർശിക്കാൻ ഭവനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ സംസാരിച്ച ദാസൻ പറഞ്ഞതുപോലെ, തൻ്റെ വേലയെ തികച്ചപ്പോൾ കർത്താവ് വിളിച്ചു എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, ആ ഒരു താല്പര്യം, സുവിശേഷത്തിന് വേണ്ടിയുള്ള ആ താല്പര്യം, കർത്താവിൻ്റെ ദാസൻ കാണിച്ചതായ ആ താല്പര്യം വിലമതിക്കാനാവാത്തതാണ്. ആ കുടുംബത്തിന് കർത്താവ് തീർച്ചയായിട്ടും അതിനുള്ള മുന്നോട്ട് പോകുന്നതിനുള്ള വഴികൾ ഒരുക്കും എന്ന പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു പ്രത്യാശയോടുകൂടിയാണല്ലോ കർത്താവിൻ്റെ ദാസൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. തന്നെ പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ, ഞാൻ എൻ്റെ വേല തികച്ചു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ള ആ പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെയാണ് കർത്താവിൻ്റെ ദാസൻ പോയിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം പ്രത്യാശയ്ക്ക് മുഖാന്തരമാണ്. അത് നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. കർത്താവ് ആ കുടുംബത്തെ തുടർന്നും സഹായിക്കട്ടെ. അടുത്തതായിട്ട് ബ്രദർ VP ജോസി സംസാരിക്കുന്നതാണ്. ചുരുക്കമായിട്ട് സംസാരിക്കണം, നമ്മുടെ സമയം വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്.
ആ, ആ, ജോസി സഹോദരൻ സംസാരിച്ചതിന് ശേഷം സിസ്റ്റർ ജോയ്സ് ജേക്കബ് ചുരുക്കമായിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസാരിക്കുന്ന എല്ലാവരും ദയവായിട്ട് ക്യാമറ ഓൺ ചെയ്യണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. പക്ഷേ എനിക്ക് ക്യാമറ ഓണാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ പോകെ സാരമില്ല, അത് ചുരുക്കമായിട്ട് സംസാരിച്ചു. കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പ്രിയ മാത്യു വർഗീസ് പാസ്റ്ററിനെ അല്ലെങ്കിൽ ആ വിടവാങ്ങലിനോടുള്ള ബന്ധത്തിൽ ആ ജീവിച്ചിരുന്നപ്പോൾ ആ ഓർമ്മകൾ നമ്മൾ പുതുക്കുകയാണല്ലോ. ഇന്നത്തെ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനുമായി എളിയവന് 2 വർഷത്തിലേറെ പരിചയം അല്ലെങ്കിൽ ഉണ്ട്. അടിയന്റെ ആ കാക്കത്തുരത്തിലുള്ള പ്രവർത്തനത്തിൽ കടന്നു വരികയും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുവാനും ഇങ്ങനെ ബൈബിൾ വിതരണം നടത്തുന്ന ഒരു മിനിസ്ട്രി അങ്ങയുടെ ദാസൻ ചെയ്യുന്നത് ഞാൻ അറിയുവാനിടയായി. അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അവിടെ കടന്നു വന്ന് 50 ബൈബിളുമായിട്ട് ആ മകനുണ്ടായി. മൂത്ത മകനാണോ ഇളയ മകനാണെന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി. പിന്നെ വേറെ 2 ദേവദാസന്മാർ, അവർ 4 പേരൂടെ കടന്നു വന്നത് വളരെ അനുഗ്രഹീതമായിട്ട് 10-100 പേര് കൂടി വന്ന സ്ഥലത്ത് ഒരു നല്ലൊരു മെസ്സേജും പറഞ്ഞു. അന്ന് പറഞ്ഞ മെസ്സേജ് ഇതാ: ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും മാറും, ഗുരു വന്നിട്ടുണ്ടെന്നുള്ള വേദവാക്യം എടുത്താണ് പ്രിയപ്പെട്ടവൻ സംസാരം. എല്ലാവരുടെ ഹൃദയത്തിലും ശരിക്കും സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ 50 ബൈബിൾ അവിടെ വിതരണം ചെയ്ത് ഞങ്ങൾ തമ്മിൽ അന്ന് മുതലുള്ള ഒരു ആത്മീക ബന്ധം അവിടെ നിലനിർത്തുവാൻ കർത്താവ് സഹായിച്ചു. അതിലുപരിയായി എറണാകുളം മാർക്കറ്റിൽ കടന്നു വന്ന് ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ആ മാർക്കറ്റിൽ തൊട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പരസ്യവും നടത്തുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ആത്മീകമായി നല്ല ഒരു മാതൃകയാണ് കാണിച്ചു തരുവാനിടയായത്. ആ നല്ല ഓർമ്മകളെ കർത്താവിൽ ഹല്ലേലൂയ അടിയൻ ഓർക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു വാക്യം വായിച്ച് ഞാൻ പെട്ടെന്നിരിക്കാൻ സമയത്തിന്റെ കുറവുകൊണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ വയൽ വാങ്ങി. അങ്ങനെ ഹല്ലേലൂയ സ്വർഗരാജ്യ ഈ ലോക ജീവിതത്തിന്റെ ഹല്ലേലൂയ ബാന്ധാവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുവാനും ആ നിധിയായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും തനിക്കുള്ള സകലതും താൻ ഹല്ലേലൂയ ആ വിറ്റ് താൻ ആ ക്രിസ്തുവിനെ താൻ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച ഒരു കർത്താവിന്റെ ദാസനാണ് നമുക്ക് നഷ്ടമായത്. ഹല്ലേലൂയ. നമുക്ക് നഷ്ടമായെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അത് ലാഭമായി മാറുവാൻ തക്കവണ്ണം ഇടയായി. ആ കർത്താവിന്റെ ദാസൻ ഒന്നും നോക്കിയില്ല. ഈ ഭൂമിയിലുള്ള എല്ലാം വിറ്റ നിധി അവിടെ ഹല്ലേലൂയ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ഭാഗ്യം ദൈവം പ്രിയപ്പെട്ടവന് കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നയും പരിഹാസവും ഒക്കെ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചിരിക്കെ ഹല്ലേലൂയ കർത്താവ് മോശ ഹല്ലേലൂയ ദൈവപുത്ര പുരുഷനായ മോശ കർത്താവിന് വേണ്ടി നിന്നു. മോശ മരിച്ചു. ഹല്ലേലൂയ. കർത്താവ് മോശയെ അടക്കം ചെയ്തു. സാങ്കുട്ടി പാസ്റ്ററിനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ ഒരു അടക്ക ശുശ്രൂഷയും കർത്താവിന്റെ ദാസന് കൊടുത്തു. എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത്, പ്രിയ സഹോദരി, 2 കുഞ്ഞുമക്കൾ, നിങ്ങളെ കർത്താവ് ഹല്ലേലൂയ പിൻപറ്റിയാൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഹല്ലേലൂയ വഹിക്കും. നിങ്ങളുടെ എല്ലാ ഭാരവും ദൈവം എടുത്തു ദൈവം നിങ്ങളെ അത്ഭുതകരമായി നിങ്ങളെ നയിക്കും. ലാസ്റ്റ് നിങ്ങളെ നിത്യയുടെ തുറമുഖത്ത് ദൈവം കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും വലിയ ഹല്ലേലൂയ ഒരു അനുഗ്രഹമാണ് ഈ ചിക്കാഗോ പ്രയർ ലൈൻ എന്ന് പറഞ്ഞാൽ. ഇത് ഹല്ലേലൂയ അനേകരെ ഇത് ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നതാണ്. ഇതിന് വേറെ മറ്റുള്ള ഹല്ലേലൂയ ഒന്നുമില്ല. ഇത് ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ കർത്താവിനോടുകൂടി നടക്കുവാൻ, കർത്താവിന്റെ ശിഷ്യത്വത്തിൽ ഹല്ലേലൂയ നിങ്ങളെ പൂർണ്ണമായും ആ കർത്താവിന്റെ കൃപയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈനാണ് ചിക്കാഗോ പ്രയർ. ഇതിൽ വന്നാണ് ഞാനും 2 വാക്ക് പറയുവാനും ഹല്ലേലൂയ നല്ലപോലെ പ്രാർത്ഥിക്കുവാനൊക്കെ. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല എങ്കിലും അല്ലെ കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനും ഒക്കെ സാവകാശം എനിക്ക് ഹല്ലേലൂയ പ്രയർ ലൈനിൽ നിങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ചിക്കാഗോ പ്രയർ ലൈൻ. നേരത്തെ നൽകുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളും ഇത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് ആ നിധിയോടുകൂടെ ജീവിച്ച് അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ഹല്ലേലൂയ ചതുവിനും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. കർത്താവ് അവസരം ഒരുക്കിയ ദേവദാസന്മാരോട് നന്ദി പറയുന്നു. ബലമുള്ള കരങ്ങളിൽ താണിരിക്കുന്നു. സ്തോത്രം. ജോസി സാറിനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്ത്, എറണാകുളത്തിന് ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണല്ലോ. അവിടെ മുക്കുവരായിട്ടൊക്കെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ കർത്താവിൻ്റെ ദാസൻ സ്വമേധയാ ഉള്ള ഒരു പ്രവർത്തനം ആരംഭിച്ച് അത് ശക്തമായി മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ ദാസന് ആണ് ആദ്യമായിട്ട്
മാത്യു വർഗീസ് പാസ്റ്ററെ ഈ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ളതിൽ ആദ്യമായി കണ്ടത് കർത്താവിൻ്റെ ദാസനാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ അവിടെ ബൈബിള് വിതരണം ചെയ്യാനായിട്ട് വരികയും അങ്ങനെ ആണ് നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് മാത്യു വർഗീസ് പാസ്റ്ററെ ക്ഷണിച്ച് ഇവിടെ വരുവാനിടയായത്. അതുകൊണ്ട് ജോസി സഹോദരൻ മുഖാന്തരമാണ് ഈ പ്രയർ മീറ്റിങ്ങുമായിട്ട് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിന് ആ കുടുംബത്തിന് ഇടയായത്. കർത്താവ് മുഖാന്തരങ്ങളൊക്കെ ഒരുക്കുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ആദ്യം മുതലും അതുപോലെ തന്നെ മാത്യു വർഗീസ് പാസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ജോസി സഹോദരന് അവിടെ ആയിരിക്കാൻ സാധിച്ചു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. അടുത്തതായിട്ട് സിസ്റ്റർ ജോയ്സ് ജേക്കബ് ചുരുക്കമായിട്ട് സംസാരിക്കും. അതിനുശേഷം രത്നമ്മ സിസ്റ്റർ ചുരുക്കമായിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ജോയ്സ് സിസ്റ്റർ ചുരുക്കമായിട്ട് സംസാരിക്കാം. ഈ പ്രത്യേകമായിട്ട് കർത്താവിന്റെ ദാസനെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആശ്വാസത്തിനായിട്ടൊരു വാക്ക് പറയുവാനും നമുക്ക് ഇന്ന് കൂടുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ഏതാണ്ട് ഒരു 10 മണിയായപ്പോൾ തന്നെ അവിടെ എത്താനിടയായി. രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും കൂടെ ഇവിടുന്ന് യാത്ര തിരിച്ചവിടെ എത്തി. ഏതാണ്ട് 2-3 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. അതിനിടയിൽ ഒരു 3-4 തവണ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്തപ്പോൾ ആർക്കും കയറി നിൽക്കാനായിട്ടുള്ള സാഹചര്യം അവിടെ കുറവായിരുന്നു. ഞങ്ങളും അതിൻ്റെ പരിമിതിക്കകത്ത് അവിടെ നിൽപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം ആ പ്രിയ കർത്താവിന്റെ ദാസിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുവാനിടയായി. അലമുറയിട്ട് കരയുന്ന ആ മാതാപിതാക്കളെ ഇനി ആ അമ്മ ഒരു പാസ്റ്റർ അത്രയും തന്നെ ഉള്ളു. അമ്മച്ചി ഒരു ചെറിയൊരമ്മ വളരെ സങ്കടത്തോടെ മോനെ വിളിച്ച്, മോനിനി എന്നാ വരുന്നേ, അമ്മയ്ക്ക് വേണ്ടി ഇനി എന്നാ പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയാണല്ലോ മോൻ പോയത് എന്നൊക്കെ പറഞ്ഞ് വേദനയോടെ ആ അമ്മ കരയുന്നൊക്കെ കണ്ട് നമുക്ക് ഭയങ്കര വേദന തോന്നാനിടയായി. കുടുംബത്തിന്റെ പലയുടെ ഈ നമ്മുടെ കൂട്ടായ്മ വന്ന സമയം മുതൽ അനേക സമയങ്ങളിൽ കർത്താവിന്റെ ദാസനോട് സംസാരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പ്രിയ കുഞ്ഞുങ്ങളോടും പ്രിയ സഹോദരി സിനിയോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. തുടർന്നും ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 2 കുഞ്ഞുങ്ങളും ഏറ്റവും കൂടുതൽ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും വളരെ നന്നായി അറിയാം. അദ്ദേഹം ആഗ്രഹിച്ച 2 കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസവും അവരുടെ ഉയർച്ചകളും അവരുടെ അനുഗ്രഹങ്ങളും കാണാൻ ഏറെ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ ആ കാര്യം അവിടെ പറയാനും ഇടയായി. എന്നാൽ അത് കാണുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതികമായ തലം ഇന്ന് ഭൂമിയിൽ ഇല്ലെങ്കിലും അവരൊരിക്കലും മറന്നു പോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെങ്ങനെ നന്നായിരിക്കണം, അവരെങ്ങനെ പഠിക്കണം, അവരുടെ ജീവിതം എത്ര ഭംഗിയായിരിക്കണം എന്നുള്ളതിൽ അദ്ദേഹം വളരെ ഉത്സാഹിയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം മറ്റ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്തെല്ലാം സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. വാത്സല്യ കുടുംബത്തെ, പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം വീണ്ടും സഹായിക്കട്ടെ. അവരുടെ സഹോദരി വളരെ ദുഃഖിതയായിരുന്നു. അതുകൊണ്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. എങ്കിലും ഇത്രയും വാക്കുകളൊക്കെ പറയാനിടയായല്ലോ. ആ വാത്സല്യ പിതാവ് കാട്ടിക്കൊടുത്ത നല്ല മാതൃക പിൻപറ്റി 2 കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ട ദൈവകൃപയിൽ തന്നെ അവർ സ്നാനപ്പെട്ട എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ ആത്മീയ നിലവാരം. പക്ഷെ അവരെ ഈ ഒരു സാഹചര്യം അവരെ കൂടുതൽ ദൈവകൃപയിലേക്ക് നയിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകി തന്ന കുടുംബത്തെ ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി ഈ മാത്യു വർഗീസ് പാസ്റ്റർ ഇവിടെ വന്ന സമയം മുതൽ, നമ്മുടെ പ്രയർ ലൈനുമായി ബന്ധപ്പെട്ട സമയം മുതൽ തന്നെ കർത്താവിൻ്റെ ദാസി പാസ്റ്ററുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു ആത്മീകമായിട്ടുള്ളൊരു ബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ തന്നെയും, ഭയങ്കരമായ മഴയും പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ പോകുന്നതിനും സംബന്ധിക്കുന്നതിനും ഒക്കെ സാധിച്ചില്ല. നമുക്കറിയാം, മാനസികമായിട്ട് അടുപ്പവും ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെയാണ് പെട്ടെന്ന് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് അവരെ കാണുന്നതിനും അടുത്ത് ചെല്ലുന്നതിനും ഒക്കെ ദൈവം അതിന് മുഖാന്തരങ്ങൾ ഒരുക്കും. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി തുടർന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് രത്നമ്മ സിസ്റ്റർ വളരെ ചുരുക്കമായിട്ട് സംസാരിക്കണം. അതിനുശേഷം പാസ്റ്റർ പ്രദീപ് ജോണിനെ കാണുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പാസ്റ്ററിനും ചുരുക്കമായി സംസാരിക്കാൻ സാവകാശമുണ്ട്. ഇപ്പോൾ രത്നമ്മ മനീഷ് പാസ്റ്റർ ഒരു കാര്യം നന്നമ്മ പറഞ്ഞ ആന്റി അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പോയിട്ടില്ല. ഞാൻ മുഖാന്തരമാണ് അന്നമ്മ ആന്റി, രക്തമ്മ ആന്റി ഒക്കെ ഈ കൂട്ടായ്മ വന്നു. പക്ഷെ അന്നമ്മ ആന്റിക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പറയുകയാണ്. അന്നമ്മ ആന്റി അദ്ദേഹത്തെ വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക വിഷയങ്ങളിൽ അദ്ദേഹം വളരെ നന്നായിട്ട് അദ്ദേഹം പാസ്റ്റർ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടുണ്ട്.
ഒരു വാക്ക് അനുമേന്റെ പേരിൽ ഞാൻ ആ സന്തോഷം അറിയിക്കുന്നു. സ്തോത്രം. വളരെ നല്ലത്. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ രത്നമ്മ സിസ്റ്റർ ഒരു 1-2 വാചകങ്ങൾ സംസാരിക്കും. അൺമ്യൂട്ട് ചെയ്യണേ സിസ്റ്റർ, അൺമ്യൂട്ട് ചെയ്യുക. സഹോദരൻ, എല്ലാവർക്കും ദൈവനാമത്തിന് നന്ദി അറിയിക്കുന്നു. ഈ ചിക്കാവ് ഗ്രൂപ്പിൽ കടന്നു വരാൻ ജോസി ആന്റി ആണല്ലോ അതിലൊരു മുഖാന്തരം ഒരുക്കിയത്. തന്നെയല്ല, ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പാസ്റ്ററാണ് പ്രദീപ് ജോൺ പാസ്റ്റർ. ഞാൻ ഇന്നലെ വരാൻ പറഞ്ഞിട്ട് വന്നതാ. കാരണം അവരിവിടെ എനിക്ക് ഇവിടെ ഈ വീടിന്റെ ഒരു 10 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ഈ മാത്തിക്കുട്ടി പാസ്റ്ററെ 2020 ഞാൻ തൃശ്ശൂർ ചെന്ന് കാണുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസന്മാരെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര തേജസ്സേറിയ ശുശ്രൂഷയായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ലീഡർഷിപ്പായിട്ട് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ അദ്ദേഹത്തോട് ഉള്ള ബന്ധം അതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നെ 23 അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ അങ്ങനെ വളരെ ബന്ധത്തിലും അത്യാവശ്യം ദൈവകാര്യങ്ങളെ സഹായിക്കുകയും ആത്മീയമായും ഭൗതികമായും വളരെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ദൈവദാസനെയും കൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹവും കൂടെ അവിടെ ചെന്ന് അങ്ങനെ ഞങ്ങൾ വളരെ ഒരു കൂട്ടായ്മയാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ നമ്മൾ ഫോണിൽ കാണുമ്പോൾ വളരെ വിഷമിച്ച് ക്ഷീണിച്ച് അന്ന് കണ്ട മുഖമല്ല ഈ കഴിഞ്ഞ 6 മാസം ഞാൻ കണ്ടത്. അപ്പൊ ഞങ്ങള് ശനിയാഴ്ച ചെല്ലുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും ശോധനീയാവസ്ഥയിൽ മുഖം വല്ലാത്ത ആയല്ലോ, ക്ഷീണം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് അവരിത്ര അടുത്താണ്. ഞാൻ ഇവിടുന്ന് പോയി കോലഞ്ചേരി ചെന്നു, പുത്തുംകുരിശ് അവിടെ ഒന്നും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ചെന്നു ഒത്തിരി സമയം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ രാജമാസ്റ്റർ വന്ന് അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്നലെ രാവിലെ അവരുടെ വീടിന്റെ പൂത്തൃക്കാവ് വീടിന്റെ അടുത്ത് എൻ്റെ ഒരു സഹോദരി ഉണ്ട്. അവളെ ഞാൻ വിളിച്ചു ആ വീട്ടിൽ ഒന്ന് കയറി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്നോട് പറയുകയാണ്, 24 വർഷം മുമ്പ് ഇദ്ദേഹം വിശ്വാസത്തിൽ വന്ന് ഒരു ശാരോൻ പ്രവർത്തനത്തോടു കൂടെ വളരെ കറക്റ്റായിട്ടും വളരെ വിശ്വസ്തയോടും വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. വന്നതിന് ശേഷം ഒരു കളങ്കവും ഇല്ല. വളരെ രാഷ്ട്രീയക്കാരനായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നല്ല സാക്ഷ്യം കേൾക്കാനിടയായി. തന്നെയല്ല, ഇന്ന് ഞങ്ങളിവിടെ അടുത്താണ്. അദ്ദേഹം ആ സഹോദരിയും കുടുംബവും നമ്മളോട് കൂടെ ഉണ്ട്. ഞങ്ങളാൽ കഴിയുന്ന, ഞങ്ങളെ സഭയായിട്ട്, ഞങ്ങൾ ഫുൾ ഹോസ്പിറ്റലാണല്ലോ, സഭയായിട്ട് അവരെ എന്തിനും കെയർ ചെയ്യാനും സമാധാനത്തിന് സന്തോഷത്തിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളിവിടെ അടുത്താണ്. എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിൽ ഞങ്ങളാ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ പാസ്റ്റർ വിളിച്ചു വരുത്തിയത്. പാസ്റ്റർ അവരെ കെയർ ചെയ്യും, സംസാരിക്കും. ഒക്കെ എത്രത്തോളം ദൈവം സമയം തന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ എല്ലാ വീടും പ്രവർത്തിച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് കയറാൻ ഇടമില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടാണ് അതാണ് സ്വർഗത്തിൽ പോയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. സിസ്റ്ററെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മൾ ഈ മീറ്റിങ്ങിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിസ്റ്റർ പാസ്റ്ററെ കാണുന്നതിനൊക്കെ ഉള്ളൊരു മുഖാന്തരം കർത്താവ് ഒരുക്കിയല്ലോ. കർത്താവ് തുടർന്നും ആ കുടുംബത്തിന് ഒരാശ്വാസമാകുന്നതിന് കർത്താവ് സഹോദരിയെ ഒക്കെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പ്രദീപ് ജോൺ പാസ്റ്റർ ചുരുക്കമായിട്ട് 1-2 വാചകങ്ങൾ സംസാരിക്കുന്നതാണ്. കേൾക്കാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ സമയത്തിനായി സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ചിക്കാഗോ പ്രെയർ ലൈനിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമാണ് ഞാൻ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചത്. അന്ന് രത്നമാരിയിലൂടെ കർത്താവിന്റെ ദാസൻ അനീഷ് മാസ്റ്റർ വിളിച്ച് ഒരു മെസ്സേജിന്റെ കാര്യം പറഞ്ഞിരുന്നു. അന്ന് നമുക്ക് ഒരുമിച്ച് കാണുവാനും ശുശ്രൂഷ പങ്കെടുക്കുവാനും കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യം രത്നമാരി എന്നോട് പറഞ്ഞിരുന്നു. സ്തോത്രം. അതനുസരിച്ചാണ് ഞാൻ കയറിയത്. അല്ലെങ്കിൽ തന്നെ ഇനി ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ കയറാൻ ശ്രമിക്കും. ദൈവം നമ്മുടെ പ്രേയർ ലൈനെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള പല ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് എ രാജൻ കൊച്ചിയിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടല്ലോ. ഇന്ത്യ മതകസഭയുടെ കൊച്ചി എറണാകുളം സെന്ററിന്റെ സെക്രട്ടറി ആയിരിക്കും നമ്മുടെ ദാസൻ. ഞങ്ങൾ ഒരുമിച്ച്
വെസ്റ്റ് കൊച്ചി പാസ്റ്റേഴ്സ് അസംബ്ലിയുടെ പ്രവർത്തനത്തിൽ സജീവമായി തീരുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നും ആ പ്രവർത്തനത്തിലായിരിക്കുന്നു. കർത്താവ് ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ Praise the Lord. Praise the Lord. പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ. ഞാൻ ശുശ്രൂഷിച്ച സഭയിലെ ഒരു പെൺകുട്ടിയാണ് ജെസി ജോർജിന്റെ മോൻ വിവാഹം ചെയ്തിരിക്കും. അങ്ങനെ ഒരു നല്ല ബന്ധം അവരുമായിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രത്യേകിച്ച് കർത്താവദാസൻ ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപെട്ടു പോയ കർത്താവദാസൻ തന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. രത്നമാൻറ്റി ഈ കാര്യം എന്നോട് അറിയിച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കർത്താവിന്റെ തോട്ടത്തിൽ നമ്മൾ എല്ലാവരും ആയിരിക്കുന്നു. അവിടെ നിന്ന് പാകമായ ഫലത്തെ ദൈവം പറിച്ചെടുക്കും. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. പാകമായി എന്ന് ദൈവത്തിന് തോന്നുമ്പോൾ അത് ദൈവം പറിച്ചെടുക്കും. തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെയും വാത്സല്യ കർത്താവിന്റെ ദാസിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന രത്നമാൻറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഫുൾ ഗോസ്പൽ ചർച്ചിൽ മൂവാറ്റുപുഴയിലാണ്. തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ സഭയുമായിട്ടും കൂട്ടായ്മയുമായിട്ടും സംവദിപ്പാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ വാത്സല്യ രത്നമാൻറ്റിയും കുടുംബം ഉണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ഹിതമെങ്കിൽ ഒരുമിച്ച് പ്രയർ ലൈനിലും അതുപോലെ മറ്റാത്മീയ കൂട്ടായ്മകളൊക്കെ ഒന്നിച്ചുകൂടി മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അതിനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് കർത്താവദാസ് അനീഷ് പാസ്റ്ററോട് നന്ദി അറിയിച്ചുകൊണ്ട്, സമയം വേർതിരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രദീപ് ജോൺ പാസ്റ്ററെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയമെടുത്ത് ഈ മീറ്റിങ്ങിൽ വരുന്നതിനും ആ കർത്താവ് സഹായിച്ചല്ലോ. അതുപോലെ തന്നെ മാത്യു വർഗീസ് പാസ്റ്ററുടെ കുടുംബവുമായിട്ട് തുടർന്നും അവർ വളരെ സമീപത്തിലാണല്ലോ, വലിയ ദൂരമില്ലല്ലോ. അതുകൊണ്ട് അവർ ഒരു കൈത്താങ്ങലായിട്ട് വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുന്നതിനും അങ്ങനെ ഒരു കൈത്താങ്ങലായിട്ട് തീരുന്നതിനും കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ചുരുക്കമായിട്ട്, നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചുരുക്കമായിട്ട് ഞാൻ 1-2 വാചകങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം താല്പര്യമുള്ള ആർക്കെങ്കിലും തുടർന്നും പറയാനായിട്ട് 1-2 വാചകങ്ങൾ പറയാനുള്ള സാവകാശം ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രെയർ ലൈനിൽ ആകെ കുറേ ആളുകൾ 10-15 പേര് സംബന്ധിക്കുന്ന ഒരു ചെറിയ പ്രെയർ ലൈനാണ്. എന്നാൽ നമ്മുടെ ഈ പ്രെയർ ലൈനിൽ ഇപ്പോൾ രണ്ടാമതാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അനുസ്മരണ മീറ്റിംഗ് നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പ്രെയർ ലൈനിൻ്റെ വളരെ സജീവ അംഗമായിരുന്ന, അവിഭാജ്യ ഘടകമായിരുന്ന പാസ്റ്റർ എം വി ജോർജ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അന്ന് നമ്മൾ ഈ മീറ്റിംഗ് നടത്തി. പിന്നീട് ഇപ്പോൾ ഇങ്ങനെ മാത്യു വർഗീസ് പാസ്റ്റർ കഴിഞ്ഞ 1.5 വർഷത്തിലെങ്കിലുമായി ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ്, സജീവമായിരുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് വീണ്ടും നടത്തേണ്ടി വന്നു. ഇനിയും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ തിരുവനന്തപുരം സംസാരിച്ച 2 ദേവദാസന്മാരും അകാലത്തിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവർ 1-2 പ്രാവശ്യം വന്ന്, ഒരു പ്രാവശ്യം വന്ന് തിരുവനന്തപുരം സംസാരിച്ചതേ ഉള്ളൂ. സാംലാൽ എന്ന് പറഞ്ഞ ദേവദാസൻ തമിഴ് മീറ്റിങ്ങിലും മലയാളം മീറ്റിങ്ങിലും തിരുവനന്തപുരം സംസാരിച്ചിരുന്നു. പിന്നീട് കേട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലോ മാർച്ചിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പെട്ടെന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നാണ് കേട്ടത്. വളരെ ക്ഷണഭംഗുരമായ ലോകത്തിലാണല്ലോ പ്രിയമുള്ളവർ. എന്നാൽ മാത്യു വർഗീസ് പാസ്റ്ററെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച കാലം മുതൽ ദൈവികമായിട്ട് ഉള്ള താല്പര്യത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ഈ മീറ്റിങ്ങിൽ സംസാരിച്ച അതാണെന്ന് തോന്നുന്നു. ആ പ്രസംഗം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ ആ പ്രസംഗം വീണ്ടും എടുത്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കേട്ടപ്പോഴാണ് അന്ന് അതിലെ ആ ശക്തിയോടുകൂടെ അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായിട്ടും പറയാൻ ശ്രമിച്ച ഇതാണ്: നിങ്ങൾ വളരെ വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കാം പോകുന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ദൈവശക്തി, കർത്താവ് നമ്മളെ കൈവിടുന്നില്ല, അവൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള പ്രത്യാശയുടെ ഒരു പ്രസംഗമാണ് വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇതിൽ എല്ലാവരും സൂചിപ്പിച്ചല്ലോ, അന്ന് മരിച്ചുപോയ ആ വ്യാഴാഴ്ചയും നമ്മുടെ പ്രയറിനെ സംബന്ധിച്ച് ഇന്ത്യൻ സമയം രാത്രി 10:30 പ്രയറിനെ സംബന്ധിച്ചതിന് ശേഷമാണ്
അന്ന് ആദ്യം തന്നെ കർത്താവിൻ്റെ ദാസനാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് കർത്താവിൻ്റെ ദാസി പറഞ്ഞത് അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നാൽ പോയി അങ്ങ് ഉറങ്ങുകയല്ലായിരുന്നു, വീണ്ടും അവിടെ ഇരുന്ന് കുടുംബമായിട്ട് അവർ തുടർന്ന് 1.5 മണിക്കൂർ വീണ്ടും പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അധികം താമസിക്കാതെ തന്നെ കർത്താവിൻ്റെ ദാസന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അത് വളരെ കുടുംബത്തിനെ സംബന്ധിച്ച് ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, ആ കുടുംബത്തിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടതുപോലെ കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മെ കൈവിടുന്നില്ല. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ചുരുക്കമായിട്ട് സൂചിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദിസ് ഈസ് എ ടൈം ടു ഗ്രീവ്. പ്രത്യേകിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ച് ഇത് ദുഃഖത്തിൻ്റെതായ ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ദേവദാസൻ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ വേർപെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു നികത്താനാകാത്ത വിടവെന്നൊക്കെ രാഷ്ട്രീയക്കാർ പറയും. എന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സംബന്ധിച്ച് അത് നികത്താനാവാത്തതായ ഒരു വേദന തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന പോലെ, പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാത്തവർ വളരെ ദുഃഖിക്കുകയും വേദനിക്കുകയും അവരുടെ ജീവിതം തന്നെ നിരാശയിലൊക്കെ ആയിത്തീരും. എന്നാൽ നമുക്ക് ഉള്ളത് ഒരു ബ്ലെസ്സഡ് ഹോപ്പ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് നമ്മെ കൈവിടുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ഞാൻ പറയാനുള്ളത്, ദിസ് ഇസ് എ ടൈം ടു ബി കംഫർട്ടഡ്. ഇത് ദുഃഖിക്കേണ്ട ഒരു സമയമാണെങ്കിൽ തന്നെയും ഇത് ആശ്വാസം പ്രാപിക്കേണ്ടതായ ഒരു സമയമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം താൽ നിങ്ങൾ ആശ്വസിക്കപ്പെടട്ടെ. അതുകൊണ്ട് എന്തെല്ലാം പ്രയാസഘട്ടത്തിലാണെങ്കിലും ദൈവം നമ്മുടെ സകല സമാശ്വാസങ്ങളുടെയും ഉറവിടമാണ് ദൈവം. ആ ദൈവം നമ്മളെ ആശ്വസിക്കുന്നു. ആ കുടുംബത്തെ ദൈവത്തിനല്ലാതെ ആർക്കും ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്ക് സഹായിക്കാനും നമുക്ക് നല്ല വാചകങ്ങളൊക്കെ പറയാൻ കഴിയുമെന്നാൽ സകല ആശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവത്തിൽ നിന്ന്, ദൈവത്തെ ആശ്രയിച്ച് അവിടെ നിന്ന് ആശ്വാസം പ്രാപിക്കാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദിസ് ഈസ് എ ടൈം ടു ഗ്രീവ്, ദുഃഖിക്കാനുള്ളൊരു സമയം. അതുപോലെ തന്നെ ദിസ് എ ടൈം ടു ബി കംഫർട്ടഡ്, ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം പ്രാപിക്കാനുള്ള സമയം. മൂന്നാമതായിട്ട്, ദിസ് ഈസ് എ ടൈം ടു സെലിബ്രേറ്റ്. ഇത് കർത്താവിൻ്റെ ദാസനിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ, ആ കുടുംബത്തിന് നമുക്കെല്ലാവർക്കും ലഭിച്ചതായ നന്മകളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയേണ്ട, സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടെയാണ്. നമ്മൾ കേട്ടല്ലോ, കർത്താവിൻ്റെ ദാസൻ എത്രമാത്രം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ കേട്ടല്ലോ, ഈ പട്ടണത്തിലെ സകല ഭവനങ്ങളും കയറി കഴിഞ്ഞു, ഇനിയും നമുക്കിവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മാറേണ്ടതായി വരും, അവിടുത്തെ ഭവനങ്ങൾ സന്ദർശിക്കാൻ എന്നൊക്കെയാണല്ലോ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് തന്നെ കർത്താവിൻ്റെ ദാസനെ കർത്താവ് വിളിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതം, നമുക്കറിയാം, ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി വിശ്വാസത്തിൽ വന്ന് അങ്ങനെ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു എന്നാണ്. വേറെ ജോലിക്കൊന്നും പോകാനായിട്ട് നമുക്കറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ആളുകൾ മറ്റ് ജോലിക്ക് പോയി. ഇവിടെ വരുന്ന പാസ്റ്റർമാർ പോലും, അവിടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന പാസ്റ്റർമാർ ഫുൾ ടൈം വലിയ പാസ്റ്റർമാരായിട്ടൊക്കെ വലിയ ശുശ്രൂഷ ചെയ്തവർ പോലും ഇവിടെ വന്നതിന് ശേഷം സാധാരണ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ അങ്ങനെയുള്ള ഇതിനൊന്നും പോകാതെ ആ സുവിശേഷ വേലയിൽ തന്നെ ഏകാഗ്രതയോടുകൂടെ നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ പ്രയർ ലൈനുമായിട്ട് ബന്ധപ്പെടുന്നതിനൊക്കെ ദൈവം മുഖാന്തരങ്ങൾ സൃഷ്ടിച്ചല്ലോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ തൃശ്ശൂരിൽ അവിടെ പോവുകയും തൃശ്ശൂരിൽ കർത്താവിൻ്റെ ദാസൻ തൃശ്ശൂർ ബസ് സ്റ്റേഷനിൽ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് തൻ്റെ ഭവനത്തിൽ പോവുകയും അവിടെ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം ഞാൻ തൃശ്ശൂരിലേക്ക് തന്നെ ആ രാത്രിയിൽ തന്നെ തിരികെ വന്നു. നമ്മുടെ
ഫുൾ ഗോസ്ബൽ ചർച്ചിൻ്റെ ദാനിയേൽ അരുക്കുഴി പാസ്റ്ററിൻ്റെ ഭവനത്തിലായിരുന്നു അന്ന് ഞാൻ താമസിച്ച. അന്ന് കർത്താവിൻ്റെ ദാസനെ നേരിൽ കാണുന്നതിനും ആ കുടുംബത്തെ നേരിൽ കാണുന്നതിനും അല്പസമയം നേരിൽ സമയം ചെലവഴിക്കുന്നതിനുമൊക്കെ കർത്താവ് സഹായിച്ചു. നമ്മളെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള കർത്താവിൻ്റെ ദാസൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം സിനി സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, കർത്താവിൻ്റെ ദാസൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് തൻ്റെ 2 മക്കളും നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹിച്ചത്. തനിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വിശ്വാസത്താൽ ആണ് അദ്ദേഹം അതിനുവേണ്ടി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുടുംബത്തിൻ്റെ മറ്റുള്ള കുടുംബാംഗങ്ങളൊക്കെ അതിന് അത്ര സന്തോഷമുള്ളവരായിരുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് എന്നുള്ള രീതിയിൽ നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിൽ തന്നെയും കർത്താവിൻ്റെ ദാസന വിശ്വാസത്തോടുകൂടെ തനിക്ക് കഴിയുന്നതിലും അതീതമായിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു. താൻ ചെയ്ത ആ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ പ്രയർ ലൈനിൽ ഒരിക്കൽ രാത്രിയിലെ പ്രയർ ലൈനിലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, അവിടെ ഒരു ഭവനത്തിൽ ചെന്ന് അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് പ്രാർത്ഥിക്കുകയും ചെറുപ്പക്കാരനോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ നമ്മോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കൊണ്ട് കഴിയുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തമായി ചെയ്തു. അങ്ങനെ തൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് വിരാമമായി നിത്യതയിലേക്ക് കർത്താവിൻ്റെ ദാസൻ ചേർക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രയർ ലൈനിൽ വന്ന് ഇത്രയും സമയം ഇവിടെ ഇരുന്ന എല്ലാവരോടുമുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ കുടുംബത്തിന് വേണ്ടി തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കണമേ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോ? കർത്താവിന്റെ മുഖത്ത് പറയുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറഞ്ഞാട്ട് വർഷം കേൾക്കാം. പറഞ്ഞാട്ട് സൗകര്യം പറഞ്ഞാട്ടെ. ഷിക്കാഗോ പ്രയർ ഫെലോഷിപ്പിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് സഹപ്രവർത്തകർ, ഫോൺ കുറച്ചുകൂടെ താഴോട്ടൊന്ന് വെക്കാമോ? മുഖം ശരിക്ക് കാണാൻ വയ്യ. കുറച്ചുകൂടെ താഴോട്ടൊന്ന് വെക്കാമോ? കറക്റ്റ്. പറഞ്ഞോളൂ. പ്രയർ ഫെലോഷിപ്പ് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനും മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ മാത്യു ഭാഷമായിട്ട് ഏതാണ്ട് ഒരു 4 വർഷത്തെ ബന്ധമുണ്ട്. എൻ്റെ പേര് സോമൻ എന്നാണ്. ഞാൻ ട്രൈബൽ മിഷൻ സഭയോടുള്ള ബന്ധത്തില് ഇളമ്പ്ലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. ഏതാണ്ട് മെയിൻ റോഡിൽ നിന്ന് 10 കിലോമീറ്റർ വനത്തിനകത്ത് ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ അടുത്തറിയാം. തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യനിഷ്ഠതയോടെ ദൈവമായിരിക്കുന്ന കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മാന്യ കുടുംബവുമാണ്. പ്രിയ കർത്താവിന്റെ ദാസന്റെ ശാരീരികമായിരിക്കുന്ന അവസ്ഥയിലെ പ്രയാസങ്ങളുള്ള സമയത്ത് അദ്ദേഹം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഈ മാത്യു വർഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് പ്രിയ മോനെ വിളിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കാം മോനെ എന്ന് പറയുകയും എന്നാൽ രാത്രി വീണ്ടും മോനെ വിളിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദേവദാസന്റെ വേർപാട് അറിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളും കർത്താവിന്റെ ദാസിയോട് ഞങ്ങളെ വിളിച്ച്
മോൻ പറയാനായിട്ട് ഇടയായി തീർന്നു. മക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയുകയും ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിലൂടെ മോനെ പപ്പയുടെ ഫോൺ എടുത്ത് പപ്പ ബന്ധപ്പെടുന്ന ദൈവദാസന്മാരെ വിളിച്ച് വിവരം പറയണം, കാര്യങ്ങൾ സംസാരിക്കണം, കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്യും എന്ന് ഞങ്ങൾ പറയുകയും ഒക്കെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇന്നും ആ കുടുംബത്തിൽ കടന്നുപോയി അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. എങ്കിലും ദൈവമായിരിക്കുന്ന കർത്താവ് അവരുടെ പ്രയാസ പ്രതിസന്ധി സമയത്തെല്ലാം തക്ക സമയത്ത് ദൈവദാസന്മാരെ അയച്ച് ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു. ആ കുടുംബത്തിന് വളരെ പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. അത് നമ്മളാരും പറഞ്ഞാൽ തീരുന്ന ഒരു അവസ്ഥയല്ല. അത്രമാത്രം ഭാരത്തിലൂടെയും പ്രയാസത്തിലൂടെയും പോകുന്ന സമയമാണ് ഇപ്പോഴും. അദ്ദേഹം എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കുഞ്ഞുങ്ങളുടെ പഠനം, വീടിന്റെ വാടക, ഈ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം വിശ്വാസത്താൽ ദൈവമുഖത്ത് നോക്കി മാത്രം യാത്ര ചെയ്തൊരു കർത്തൃകൃത്യനാണ്. അദ്ദേഹം കർത്താവിൽ നിദ്ര കൊള്ളുന്നല്ലോ. ആ കുടുംബത്തിന് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ ആശ്വാസങ്ങളും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ. കർത്തൃദാസിയെയും മക്കളെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷേ അവർ കടന്നുപോയ ജീവിതാനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കർത്തൃദാസിന് താങ്ങാൻ പറ്റുന്ന ഒന്നുമായിരുന്നില്ല. എങ്കിലും താൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവം തുടർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവസരം നൽകി തന്ന ദൈവദാസന്മാരോടുള്ള നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ബ്രദർ സോമനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്യു വർഗീസ് പാസ്റ്ററുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നതിനും ഒരുമിച്ച് സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്നതിനും ഒരു അടുത്ത ബന്ധമൊക്കെ പുലർത്തുന്നതിന് കർത്താവ് സഹായിച്ചല്ലോ. ആ കുടുംബത്തിന് തുടർന്ന് ഒരു സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഇത്രയും സമയമായില്ല, അതുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ജോൺ വത്സലൻ പറഞ്ഞോളൂ. ആരാണ്? ഞാൻ സിനിയുടെ ആങ്ങളെയാണ്. ഒരു വാക്ക് പറയണം. പറഞ്ഞാട്ടെ, തീർച്ചയായിട്ടും പറഞ്ഞാട്ടെ. സിനിയുടെ മൂത്ത ആങ്ങളെയാണോ? അല്ല, ഞാൻ അപ്പാപ്പന്റെ മോന. അപ്പാപ്പന്റെ മോന. പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷിക്കാഗോ പ്രയർ ഗ്രൂപ്പിന്റെ ഈ മീറ്റിംഗിൽ എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രിയ ദൈവദാസന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തെ പരിചയപ്പെട്ട നിമിഷം മുതൽ അദ്ദേഹം ആരാന്ന് വ്യക്തമായി എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒന്നിച്ച് കൂട്ടായ്മകൾ ആചരിപ്പാനും പല വേദനാ സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വ്യാഴാഴ്ച താൻ മരിക്കുന്നതിന് മുമ്പായിട്ട് മോൻ എന്നെ വിളിച്ചു, അങ്കിളെ പപ്പായിക്കൊട്ടും വയ്യ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഞാനും വൈഫും എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ഓർപ്പിച്ച നിമിത്തമായി വേഗത്തിൽ ഞാൻ വിളിച്ചപ്പോൾ കുഞ്ഞ് പറയുവാനായിട്ടിടയായി തീർന്നു, പപ്പ മരിച്ചുപോയെന്ന് പറഞ്ഞു. ആ സമയം തന്നെ തിരുവല്ലയിൽ നിന്ന് ഞാൻ കടന്നുപോയി പ്രഭാതത്തിൽ അവിടെ എത്തിച്ചേരുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. കാരണം കർത്താവിൻ്റെ വേല വളരെ വിശ്വസ്തയോടെ ചെയ്ത ഒരു കർത്തൃദാസനാണ്. വളരെ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞതുപോലെ വളരെ പട്ടിണിയും വളരെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലൊന്നും ഒരു വാക്ക് പോലും പെറുപെറുക്കാതെ തന്നെ ഏൽപ്പിച്ച ആ കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ നടുവിലും കുഞ്ഞുങ്ങളെ ഇത്രത്തോളം പഠിപ്പിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. വാടക കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഏകദേശം 15,000 രൂപ വാടക പെൻഡിങ് ആയിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് വാടക കൊടുക്കാനുള്ളവർ വന്ന് ചില പ്രയാസങ്ങൾ അവിടെ സൃഷ്ടിപ്പാനിടയായിത്തീർന്നു. അത് നിമിത്തം ഒത്തിരി താൻ ഭാരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ ചിലരിങ്ങനെ പറഞ്ഞു, അടക്കുവാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയതെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതുകൊണ്ടല്ല, അദ്ദേഹം പല പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുവെങ്കിലും സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പലരും വിളിച്ച് അവരുടെ കൂടെ ചേർത്തുവെങ്കിലും അതൊന്നും കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. വ്യക്തമായി എനിക്കറിയാം, 2 മാസം 3 മാസമൊക്കെ വാടക കൊടുത്തിട്ട് അവർ കൈയൊഴിയുന്ന ഒരനുഭവമായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ ദാസൻ അതിന് എതിരൊന്നും പറയാതെ തന്നെ കർത്താവിൻ്റെ വേലയിൽ തുടരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ നിന്ന പ്രവർത്തനവുമായിട്ട് മാറി മറ്റൊരു
പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടു പോകുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മരണം സംഭവിച്ചത്. അപ്പോൾ തന്നെ ആ ഉൾപ്പെടാൻ ശ്രമിച്ച ആ ദൈവദാസന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ എന്നെ ജേക്കബ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ ആ വീടിനടുത്ത് തന്നെ അടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ താല്പര്യപ്രകാരം, അദ്ദേഹം ജനിച്ചു വളർന്ന നാടും വീടും ഒക്കെയാണ്, അതുകൊണ്ട് അവിടേക്ക് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും അത് രണ്ട് കൂട്ടരും സമ്മതിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നത്. വിശ്വസ്തനായിരുന്ന ഒരു ദൈവദാസൻ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ ആ ഒരു നിലയിൽ വിശ്വാസത്തിന് വേണ്ടി വളർത്തുകയും ഉപദേശിക്കുകയും അപ്രകാരം തന്നെയാണ് കുഞ്ഞുങ്ങളെ മുന്നോട്ട് വളർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, വചനം പറയുന്നു, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് വിശ്വസ്തയോടും വിശ്വസ്തനായും കർത്താവിൻ്റെ വേല ചെയ്തതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കുമെന്ന് ഞാൻ സ്തോത്രം ഹല്ലേലൂയ വിശ്വസിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രിയ കുടുംബത്തോടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ചു തന്ന ദൈവദാസനോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശുദാസ് ജോസഫ് സഹോദരനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്യു വർഗീസ് പാസ്റ്ററുമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടായിരുന്നല്ലോ, തുടർന്നും ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിൽ നിന്നുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും ഒന്നോ രണ്ടോ വാചകം സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സാവകാശം ഉണ്ട്. അല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ നമുക്ക് പൂർണ്ണമാക്കാം. നമുക്ക് തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ ദാസനെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുന്നതിനും ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ നമുക്ക് ലഭിച്ച ഈ അവസരം വളരെ വിലപ്പെട്ടതായിരുന്നു. നിങ്ങൾ ഇത്രയും പേര് താല്പര്യത്തോടുകൂടി ഇതിൽ സംബന്ധിച്ചല്ലോ. ആ കർത്താവ് ഇതിന് ശേഷം നമ്മളത് വിട്ടിട്ട് പോവുകയല്ല. ആ കർത്താവിൻ്റെ ദാസന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ സഹകരിക്കുകയും ചെയ്യുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോൺ വത്സരൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് പ്രദീപ് ജോൺ പാസ്റ്റർ ഒക്കെ ജോൺ വത്സരൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. പ്രദീപ് ജോൺ പാസ്റ്റർ ആശീർവാദം പറയും. അതിനു മുമ്പ് ഒരു പാട്ട് ജോയ്സ് മാത്യൂസ് ഒരു പാട്ട് പാടി അതിന് ശേഷം നമുക്ക് ഈ മീറ്റിംഗ് പൂർണ്ണമാക്കാം. ജോയ്സ് മാത്യൂസ് ഒരു പാട്ട് പാടും, അതിനുശേഷം ജോൺ വത്സരൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. താങ്ക് യു. മറുകരയിൽ ഞാൻ കണ്ടിടും മറുവിലയാ തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തനെറുസലേം നഗരമതിൽ. പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മുറവിളിയും ദുഃഖവുമില്ല പുത്തനെറുസലേം നഗരമതിൽ. പൊൻപുലരിയിൽ ഒത്തുചേർന്ന് പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ, ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും
ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. പ്രിയരെ ആ ദിനത്തിൽ. പ്രിയരെ ആ ദിനത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ ഒരു ഗാനം, മനോഹരമായി ദൈവത്തിന്റെ ദാസൻ പാടിയല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജോൺ വെൽസൺ പാസ്റ്റർ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ പ്രദീപ് ജോൺ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് പൂർണ്ണമാക്കാം. താങ്ക് യു.